മിഞ്ഞാന്ന്. എന്താ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നോക്ക്, ആ കനാലിൻ്റെ അവിടേക്കൊക്കെ ഒരു പശു ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പം നല്ല അറിയണില്ലേ. കനാലിൽ ഇങ്ങനെ എന്താ പുല്ല് വരുമ്പോൾ. ചാത്തപ്പൻ അവിടെ, ഈ ചാത്തപ്പനെല്ലാം വിളിച്ച് ഞാൻ എൻ്റെ കുട്ടി ചാത്തപ്പനെ വിളിച്ച്. വലിയ ചാത്തനല്ല, കുഞ്ഞിച്ചാത്തനാണ്. എത്രാമത്തെ മിഠായി അത്? ആരെങ്ങനെ മിഠായി വാങ്ങി കൊടുത്ത്? ഇത് രണ്ടാമത്തെ നല്ലത്. ഇത് മൂന്നാലിനൊക്കെ രണ്ടെണ്ണം എന്റെ കയ്യിലുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ കേട്ടില്ല? എന്തേ? റോഡ് മുറിച്ച് കിടക്കുമ്പോ ഓടുമ്പോഴേ പേടിക്കണ്ടേ? ആകെ പേടി ബിരയും കൊണ്ടാണ്. ബിരയും കൊണ്ട് എന്താ പേടി വെച്ചിട്ടാ? അവിടെ ഉണ്ട് അപ്പുറത്തെ, അവന് തിന്നാൻ കൊടുക്കാനാണ്. അവിടെ ഉണ്ടേ, അവിടെ ഉണ്ട് ചാത്തപ്പനെ. ചാക്കിൽ പിടിച്ചിടാൻ വേണ്ടിട്ടാണോ? ആ നന്നായി. എന്നിട്ട് ആർക്കെങ്കിലും കൊടുക്കാം നമുക്ക്. ആരാ ചാക്കിൽ പിടിച്ചിട്ട്? നീയോ? ആ ഞാനല്ലേ? എനിക്ക് വയ്യട്ടോ. ഞാൻ വിചാരിച്ചു ഈ ചാക്കിൽ പിടിച്ചിടാൻ പോകും. എൻ്റെ പൊന്നുച്ചാ ഇവിടെ വായ നീയേ. എന്തോ? ആ കറുപ്പ് കോഴിയോ? കറുപ്പ് കോഴി അധികം പോയോ? അത് അധികം പോക്കോട്ടെ, കുട്ടി ഇവിടെ വന്നോ. എന്താ മഴക്കാലം, കറുപ്പ് കോഴീനെ നമുക്ക് വേണ്ട. ദാ വന്നു ചാത്തപ്പനെ. അവൻ എവിടെന്നാ വിളിക്കുന്നത് അറിയാണ്ടാവുന്നുണ്ട്. മച്ചാനേ വന്നു. മച്ചാനോ? അച്ഛനെപ്പോഴാ മച്ചാനായത്? മച്ചാനെ കുറച്ച് അരിയിട്ട് കൊടുത്താ എന്റെ ചാത്തപ്പന്. മച്ചാന് ഇളയമ്മ എന്തൊക്കെ ഓരോ ദിവസം പഠിച്ചിട്ട് വരുന്നത്. കുഞ്ഞമ്മ, ഇളയമല്ല കുഞ്ഞമ്മ. മൾബറി അതാ വെക്കണം. ആ അടിപൊളി. കോഴിക്കല്ല തീറ്റ കൊടുക്കുക, നിങ്ങളല്ലേ തീറ്റ കൊടുക്കാൻ പറഞ്ഞു. നല്ല അരി കൊണ്ടുവന്നിട്ട് കളഞ്ഞപ്പോ ഇരുന്ന് പെറുക്കിക്കോ. മാറി എന്നാലേ അവൻ വരുള്ളൂ. മാറ്. എത്ര നേരം മെനക്കെട്ട് നീ ഇത് കിച്ചോ? 2 മിനിറ്റ് അത് കിട്ടിയോ? നല്ല മധുരം എല്ലാവർക്കും കൊടുക്കും ഓരോന്ന്. കറുപ്പാ മധുരല്ലോ, ചുവപ്പ് മധുരല്ലോ. ചുവപ്പ് പുളിക്കുള്ളൂ. വെക്കി കൊടുക്കടാ വായലേ അച്ചക്ക്. കണ്ടോ നമ്മക്കൊക്കെ ഒന്ന്, അവന്റെ അച്ഛന് മാത്രം അവൻ തോനെ. അതിന് സോപ്പിങ്ങ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും 3 വെച്ചെടുക്കട്ടാ. 3 കുഞ്ഞിനെ കിട്ടിയില്ലടാ ചേട്ടാ. കുഞ്ഞെ തോനെ പെറുക്കണ്ടെന്നാ. എന്താണ് എടുത്തുണ്ടടി സുകന്യ, നീ വേണ്ടൊന്നും തിന്നണ്ട കേട്ടോ. വേണ്ട പറഞ്ഞപ്പോഴോ മൾബറി കുട്ടി തിന്നിട്ടുണ്ടോ? അത് പൊന്നൂന് കൊടുക്ക. പൊന്നു കൈ അടിച്ചോണ്ട് വരുന്നു. ആ അതാ നോക്കി നോക്ക്. എന്ത് ഇത്ര അരിയൊന്നും കളയാൻ പാടില്ല സുനി. കഴുകിയിട്ട കുഞ്ഞു കയ്യിൽ ഇതത്ര പൊറുക്കലുള്ളൂ. ഇത്രയും ഇപ്പൊ ഇങ്ങനെ നാളെ ക്ലാസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നു ഞാൻ വിചാരിച്ചില്ല അനിയട്ടാ. എന്താ ചെയ്യാ? ഇതിന് വേണ്ടിട്ട് അമ്മ വേണ്ടതായിരുന്നു. ഓടുന്നോടത്തെ കൂടെ പുല്ലും കൂടി ഉണ്ടാവില്ല. ബാക്കിയോട്ട് കിടന്നോട്ടെ. അത് ചാത്തപ്പനോ, ഇത് നാളെ കൊടുക്കാനാണ്. വെള്ളപ്പയറൊക്കെ എത്തിയില്ലേ? വെള്ളപ്പയർ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ വെച്ചാലേ രാവിലെയും ചോറിന് കൊണ്ടുപോകും ചെയ്യാം,
എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നല്ല ഐഡിയ. വെള്ളപ്പയറും ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ പാടിട്ടിട്ടൊരു മസാലക്കറി ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു കൂട്ടാൻ അങ്ങോട്ട് വെക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്താ സൂര്യ അല്ല കുഞ്ഞു മന്ത്രിക്കണത്? അപ്പോൾ ഞങ്ങളൊരു കാര്യമുണ്ട് കേട്ടോ. ഞങ്ങളില്ലേ എന്താ കുഞ്ഞിനെ കൊണ്ടുപോകാതെ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുക. കാരണം കുഞ്ഞിനെ എപ്പോഴും ആ സ്ഥലത്തേക്കല്ല പോണു, ഇത് വേറെ സ്ഥലത്തേക്കാ. ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴില്ലേ കുഞ്ഞിനെ എവിടെ പോവച്ചാലും കുഞ്ഞൻ പറയും ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരല്ലേ പോകേണ്ടത്? അല്ലേ കുഞ്ഞ? ഇപ്പം ഇല്ലല്ലോ. അയ്യോ, നിന്നെ രാവിലെ അമ്മമ്മ വീട്ടിൽ കൊണ്ടേക്ക് തരാം. എന്നിട്ട് അമ്മമ്മ വീട്ടിൽ നിന്നോട്ടോ. ഞങ്ങൾ പിന്നെ പോയിട്ട് വരുമ്പോൾ നിന്നെ വിളിക്കുക. അതോ നീ അവിടെ തന്നെ ഒന്ന് പഠിക്കുമോ? അപ്പം അവനറിയാം അവനെ കൊണ്ടുപോകും എന്നുള്ളത്. അതൊക്കെ പറയുമ്പോ ഇല്ലേട്ടാ, ഇതൊക്കെ ഞാൻ പറയും കൊണ്ടാണ് എന്നെ കുട്ടികളെ ഓരോന്ന് പറഞ്ഞിട്ടേ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പറയുമ്പോഴേ മക്കൾക്ക് നമ്മളോട് ദേഷ്യം വരും പറയണേ. ദേഷ്യം വരാതിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആരോടൊന്നും പറയാതെ നിങ്ങൾ ചെയ്തൊക്കെ നല്ലതാണ്, നിങ്ങൾ ചെയ്തൊക്കെ ശരിയാണെന്ന് മാത്രം പറയുക. അത് എന്ത് പോക്കരത്തരം ചെയ്താലും അച്ഛൻ്റെ കയ്യിൽ 1 രൂപ കിട്ടിക്കഴിഞ്ഞാലേ ആ 1 രൂപ അവൾ അത് എടുത്ത് വെക്കുക കേട്ടോ. മറ്റൊരു 2 പേരും കിട്ടിക്കഴിഞ്ഞാലേ അപ്പം അവർക്ക് എന്തെങ്കിലും ആവശ്യമായിട്ട് വാങ്ങും. എന്നിട്ട് ലാസ്റ്റ് പറയും എൻ്റെ കയ്യിലൊന്നുമില്ലോ പറയും. അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ട് പറയും. അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തല്ല് അപ്പം കൊള്ളേണ്ടി വരും. അതല്ല പറഞ്ഞാൽ നാട്ടുകാരിൽ നിന്ന് തല്ലുകൊള്ളേണ്ടി വരും. യെസ്, അവർ പറഞ്ഞതൊക്കെ നല്ലതാ പറഞ്ഞിരുന്നു. അതാണ് ഇതൊക്കെ ഉണ്ടല്ലേ 2 കൂടി കഴിക്കും അതന്നെ ഉണ്ടാവുക. ഏട്ടോ ഒരു തേങ്ങ വിളിച്ചു തരുമോ? 1000 രൂപ കിട്ടും സൂര്യന്. അതെന്തിന്? KSRTC കണ്ടില്ലേ, സൗജന്യ ബസ് യാത്ര. ഇന്നലെ ആയിരുന്നില്ലേ അതിന്റെ? അതിന് ആരത്തെ പൈസ വാങ്ങിയിരുന്നു? അത് ഫാസ്റ്റ് പാസഞ്ചറിലും മതി, അതിൽ കിട്ടിയാൽ മതിയല്ലോ. നമ്മളില്ലേ വെള്ളപ്പയറും ഉരുളക്കിഴങ്ങ് ചെറിയുള്ളി ഇട്ടോ. ഇനി മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ. പഞ്ചാര പാത്രത്തിലാണ് ചായ ഇട്ട് നന്നായിട്ട് ആക്കിയാൽ മതി. മതിയോട്ടം മധുരം മധുരം പോരാത്ര. പഞ്ചസാരയൊക്കെ കമ്മിയാക്കി കഴിച്ചാൽ മതി മക്കളെ, പഞ്ചസാര കഴിക്കണ്ട. ഇന്ന് ഞാൻ ആശുപത്രി പോയിട്ടോ. ആശുപത്രി പോയപ്പോൾ പഞ്ചസാര ഉപ്പ് മധുരം ഒക്കെ കമ്മിയാക്കിയിട്ട് കഴിച്ചാൽ മതി പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ബ്ലഡ് കമ്മിയാ വീണ്. അതിന് നല്ല പച്ചക്കറി ഞാൻ കഴിക്കണ പോലെ കൂട്ടാൻ കഷ്ണമൊക്കെ ഉപ്പേരി കഷ്ണമൊക്കെ നീ തിന്നുണ്ടോ? ഞാൻ കൂട്ടാൻ വയ്ക്കണല്ലേ, ഉപ്പേരി കഷ്ണം കഴിക്കണ്ടേ? മുളകാർത്ത പൊടിയിലെ കഷ്ണം കഴിക്കുന്നില്ലേ? ഒരു കാച്ചിയിലെ കഷ്ണം കഴിക്കുന്നില്ലേ? രസത്തില് കഷ്ണം കഴിക്കുന്നില്ലേ? ഇതൊക്കെ കഴിക്കുന്നില്ലേ? എനിക്ക് വെണ്ടയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് വെണ്ടയ്ക്ക് ഇഷ്ടമല്ല, മുരിങ്ങക്കായ ഇഷ്ടമല്ല. എനിക്ക് വെണ്ടയ്ക്ക് മുരിങ്ങക്കായ ഇഷ്ടമല്ല. എല്ലാവരും പറയും മുരിങ്ങക്കായ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ് പറയും കേട്ടോ. പക്ഷെ നമ്മളത് അടുപ്പത്ത് വെച്ചു. ഇതാ മുളകും മല്ലിയും നല്ല പോലെ അല്ലേ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. എന്ത് ഈ ചെരവി തരുന്ന പറയുന്നത്? ഈ ചെരവി തരുന്ന പറയുന്നത് ഞാൻ ചെറുപടി. അതൊന്നും സാരല്ല. മുള്ളു കുത്തിയത് കുരുവല്ല, മുള്ളു കുത്തിയത്. ചായ 4 മണി ചായ സമയത്ത് തന്നാൽ മതി. 6 മണിക്ക് ചായ തരണ്ട. എനിക്ക് ഒറ്റ ചായ മതി. ഇരുന്ന് കുടിച്ചോ നീ ചായ? എന്തിങ്ങനെ ബാക്കി വരുന്നത്? ഞാൻ ചായ വെച്ചതാണ് തോന്നെ.
കുടിച്ച് നീ എന്താ കുടിക്കാൻ പാടണ്ടേ? ചോറ് കഴിക്കാതെ വേണമെങ്കിൽ ഇരിക്കും, ചായ കുടിക്കാതെ എങ്ങനെ ഇരിക്കും സുമന്യ? ഈ നല്ല മുളക് വറുത്ത പുളിയും നല്ല മാന്തൾ മീൻ വറുത്തതും നല്ല മുരിങ്ങക്കൂട്ടാനും ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് എങ്ങനെ ചോറിനാതിരിക്കാൻ തോന്നും. ഇതിങ്ങനെ കാണുമ്പോൾ ലേയോ കഴിക്കണം 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 അല്ലേ? അപ്പോൾ ശരിയല്ലേ? ഇതൊക്കെ ചോറിൽ വെച്ച് നാളെ കഴിക്കുന്നത്. മുതൽ നീ അത് ശീലിക്കട്ടോ. നീ ശീലിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശീലിക്കട്ടോ. പറയാൻ എളുപ്പമാണ്. പാകിസ്ഥാൻ നന്നാവണ്ട, വർദ്ധിക്ക് ഡയറ്റ് നന്നാവണ്ട അല്ല സുമന്യ? ഞാൻ പണിയെടുത്ത പാകിസ്ഥാൻ നന്നാവണ്ടാവണ്ട സലീംകുമാർ. ഋതിക് റോഷനില് നല്ലൊരു നടനായിരുന്നു അല്ലേ? കുറേ ചിരിപ്പിച്ച് കേട്ടാ, കുറേ ചിരിപ്പിച്ചു. എന്താ കാരണം ഉള്ളിൽ ടേബിളിൽ കൊണ്ട ചെറുക്കാണ്. കുഞ്ഞാ പോയി ബുക്ക് എടുത്ത് വായിക്കുക, ഹോംവർക്കുള്ളത് ചെയ്യുക. ബാറ്റ് കൊണ്ട് പോയിട്ട് ബാറ്റ് കെടുത്തിട്ട് അവിടെ വയ്ക്കരുത്. അത് ഞാൻ ആയതിൻ്റെ പറഞ്ഞു. അതൊരു സുഖമായിട്ട് അത് കളിച്ചിരിക്കുക ചില പോകാൻ കൊണ്ടുപോകണപ്പോൾ അത് പൊതുവെ പിടിക്കലിന് വൈകുന്നേരം പോവല്ലോ. ഉരുളക്കിഴങ്ങ് ഇട്ടുകൊണ്ട് എന്നെ ഒന്ന് ചൂടാക്കണ്ടേ? അടച്ചു. അനക്കൊന്നുമില്ലേ? പോയത് പഠിച്ചാ ഓട്. എന്താ അടുക്കള കട ചുറ്റിത്തിരിയാണ്? ആ മിച്ചർ അങ്ങോട്ട് കൊണ്ടേക്കോളി. ആ എന്നാ പഠിച്ചിട്ടേ കുഴപ്പമില്ല, അത് തീർത്തിട്ട് വാ. കഴിക്കില്ലേ ഇത്? എന്താ പോണ്? എന്താ അവിടെ? വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ ഇറച്ചിക്കറി പോലെ പേര് വന്നു. ഇനി നമ്മുടെ ദിക്കില്ലേ മുളകും മല്ലി. എന്തോ പാമ്പിന് എന്തോ പിടിച്ചിട്ടുണ്ട് കേട്ടോ. വെട്ടം കുറച്ച് കമ്മിയാണ്, ഇരുട്ട് വരുന്നുണ്ട് അല്ലേ? ഇവിടെ ലൈറ്റ് ഇടാം കേട്ടോ. ഗ്യാസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് തന്നെ ഓടാം. എന്താണെന്നറിയോ, ഗ്യാസ് ഇപ്പോൾ ശരിക്കും ഗ്യാസ് 45 ദിവസം കഴിഞ്ഞല്ലോ. കഴിഞ്ഞ മാസം മുന്നത്തെ മാസം 18-ാം തീയതി കഴിഞ്ഞു. അപ്പം നമുക്ക് അവിടെ എന്താ സംഭവിച്ചിരിക്കാറില്ല. ആരെ കണക്കാ തെറ്റിയത്? അവരുടെ കണക്കാ തെറ്റിയത്, നമ്മുടെ കണക്കാ തെറ്റിയത്. തേങ്ങ മിക്സിയിലൊന്ന് അരച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതുണ്ടാവുമായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഇട്ടു. തേങ്ങയില്ല, തേങ്ങയുണ്ട് ഞാൻ അരച്ചിട്ടത്. മുളകും പൊടി മല്ലിപ്പൊടി. അതെന്താണെന്നറിയോ, ഏട്ടനെ അവിടെ കാത്തപ്പുറത്തില്ലേ ഏട്ടൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ട് ഇടേ ഏട്ടൻ്റെ കൂട്ടുകാരൻ അവിടെ കാത്ത് എവിടെ നിന്നായിട്ട് വന്നിരിക്കുന്നത്? എവിടെ നിന്നൊക്കെയോ വന്നിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴാണ് ഏട്ടൊന്ന് കുറച്ച് വൈകുന്നേരത്തെ പോകുക കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു പോയിക്കോട്ടെ, നമ്മളെന്തിനാ പിടിച്ച് നിർത്തുന്നത്? പൂച്ചക്കുട്ടിയാണേ. എവിടെ? പുതിയ പൂച്ചക്കുട്ടി അതാണ് നടക്കുന്നു. കുറച്ച് തുള്ളി പുളി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. പുളി കുറച്ച്. ഓ ഓ ആ ഈ പഠിക്കല്ലേ ഇപ്പോൾ? ഈ അവിടെ കണ്ണ് വളയണ്ട. ഈ പഠിക്കട്ടാ. ഒരു കൂട്ടാൻ
എന്താ അമ്മു ഈ അവരുമ്പാടെ വഴക്കുണ്ടാക്കുക? അങ്ങനെയല്ല. ഉം. അതെ അതെ, നീ മുതുക്കനായി. എന്താ ഇനി നമ്മള് എടാ എന്താ ഈ പറയുന്ന? അമ്മു ചേച്ചി ചെറിയ കുട്ടിയാണ് കേട്ടോ. ആ അതെ, ആരാ പറഞ്ഞ ചെറുത്? ഞാൻ വലുതാണ്. അത് മുതുക്കനായിട്ടൊന്നും. എന്തടാ കുഞ്ഞ, എന്നാലും നിനക്ക് എത്ര ആങ്ങളമാരങ്ങക്ക് ഒന്ന് ആലോചിച്ചൊക്ക. എടുത്തോ വന്ന് എടുത്തോ, കൈകാലില്ലേ? കണ്ട ഇതെന്ത് മീൻകറി? മീൻകറിയോ? ഇത് മീൻകറിയല്ലേ? ഇതെന്താ കറി? മീൻകറി, പച്ച മീൻകറി. ആ കടയിലുണ്ട് ചിക്കൻ. ചെക്കന്മാരുണ്ട് ഇവിടെ, 4 ചെക്കന്മാരും 2 പെണ്ണുങ്ങളും ഉണ്ട്. ഇതാ ഇവിടെ കറി ഉണ്ടോ? കളറ് കാണുന്നുണ്ടോ? ഇതാ നമ്മുടെ കറി ഇതാട്ടോ. കറിയായി ഇവിടേക്ക് നിൽക്കുമ്പോൾ ലേറ്റ് ഇല്ല കേട്ടോ, വിളിച്ചില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഒപ്പം കൂടെ പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. മോര് കാച്ചിയത് എൻ്റെ കിച്ചുവിനത് അതില്ലേ ചുകിനി ആ കൂട്ടാൻ കൂട്ടിയൊക്കെ. ഇത് നമ്മളിവിടെ അല്ലേ. ഓ ഇതാണോ നിന്റെ ക്വസ്റ്റ്യൻ യൂട്യൂബില്? കോഫി കോഫിടാ കോഫിയില യോഗ ചെയ്യണം. യോഗ. ഞങ്ങൾ നാളെ പോയി ചെയ്യണ്ടത് പറഞ്ഞോ? ആ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നാളെ മുതൽ ഞാൻ യോഗ ക്ലാസ്സിന് പോകുന്നു. യോഗ ക്ലാസ്. യോഗയ്ക്കോ? എവിടെ? അവിടെ അംഗനവാടിയിൽ അംഗനവാടിയിൽ. ഇന്ന് രാവിലെ അമ്മേനെ വിളിച്ചതാ, അപ്പൊ പണി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോൺ ചെയ്തിട്ട് മാറ്റി. അപ്പൊ നമ്മുടെ കറി ആയിട്ടോ. മോരുകൂട്ട ഉള്ളത് കൊണ്ടില്ലേ ഇതാണ്ടോ കറി. സോനി ഇങ്ങനത്തെ കറികൾക്കൊക്കെ ടേസ്റ്റ് കൂടുതലാട്ടോ. അതാ പോണു. എങ്ങനെ അഭിപ്രായം പറയാനാ എങ്ങനെ നിർത്തിക്കണത്? സൂപ്പറായി. മീൻ വറുത്തത് ഗ്യാസ് എന്താണോ ഗ്യാസ് കിട്ടാത്തത്? ഞാൻ പോയി കഴിഞ്ഞാൽ ഇത്രയും ഒരു മാസമായോ? 1 മാസമൊക്കെ ആയി. ആ മുള്ളനാണ് അധികം ഇട്ട്. മുള്ള മൊത്തം എടുത്തു. മാത്രമല്ലോ എല്ലാം പാടെ ഇത് എല്ലാം മുട്ടി. അതെവിടെ? അവിടെ അപ്പുറത്തെ കൂടുണ്ട്. എവിടെ? അതാണ് അപ്പോൾ ഇതാ നമ്മുടെ മീൻ വറുത്തതുമായി, കൂട്ടാനുമായി, നെല്ലിക്കച്ചാറും ഉണ്ട് കേട്ടോ. പണി കഴിഞ്ഞു. ഇതാ ചുക്കുവെള്ളത്തിന് വെള്ളം വെക്കട്ടെ. അപ്പം ഇനി അമ്മ കേട്ടോ വീഡിയോ എടുക്കണതേ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തട്ടെ. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പോയിട്ടാ ഞാൻ പാത്രം കഴുകാണ്ട് കുറച്ച് നേരം അവരുടെ കൂടെ ഇരുന്ന് വായിപ്പിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇങ്ങനെ നിങ്ങൾ വെള്ളപ്പയറും കിഴങ്ങും വെക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ, നല്ലതാണേ.